ഹായ് എവരിബഡി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിൽ കണ്ട പോലെ തന്നെ അണ്ടർ ആം ഡാർക്ക്നെസ്സിനെ കുറിച്ചാണ്. അപ്പോൾ അണ്ടർ ആം ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഡിയോ റോൾ ഓൺ സീറംസ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന റോൾ ഓൺ സീറംസ് അത് AHA അടങ്ങിയതാവട്ടെ, കോജിക് ആസിഡ് അടങ്ങിയതാവട്ടെ, ട്രാൻസ്ഡെമിക് ആസിഡ് അടങ്ങിയതാവട്ടെ, ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ അണ്ടർ ആം ഡാർക്ക്നെസ് കുറയാൻ പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മൾ അണ്ടർ ആം ഡാർക്ക്നെസ് എങ്ങനെ നമുക്ക് കുറയ്ക്കാം, കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്ത കേസ് സ്റ്റഡീസ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിന് മുൻപായിട്ട് ഒരാൾക്കുള്ള അതേ റീസൺ ആയിരിക്കില്ല അടുത്ത ആളുടെ അണ്ടർ ആം ഡാർക്ക്നെസ്സിൻ്റെ റീസൺ. അപ്പം നമുക്ക് കാരണങ്ങളിലേക്കൊന്ന് എത്തി നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും എല്ലാവർക്കും അണ്ടർ ആം ഡാർക്ക്നെസ് വരുന്ന ഒരു കാരണമാണ് നമ്മൾ ഷേവ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഷേവ് ചെയ്യാൻ പാടില്ല എന്നൊരു സംശയം വരും. ഷേവ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ഷേവ് ചെയ്യുന്ന രീതിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ ഷേവ് ചെയ്യേണ്ടത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷേവ് ചെയ്യുമ്പോഴാണ് അണ്ടർ ആം ഡാർക്ക്നെസ് കൂടുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ വാക്സിങ് അതേപോലെ തന്നെ ഹെയർ റിമൂവൽ ക്രീംസ്. അപ്പോൾ വാക്സിങ്ങും ഹെയർ റിമൂവൽ ക്രീംസും ഇനി എത്ര ജെന്റിൽ ആവട്ടെ, മൈൽഡ് ആവട്ടെ, അലോവേര അടങ്ങിയതാവട്ടെ എന്നൊക്കെ പറഞ്ഞാലും സേ എ ബിഗ് നോ ടു ദം. കാരണം ഇത് രണ്ടും നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും ആ ഭാഗത്ത് സ്കിൻ സെൻസിറ്റിവിറ്റീനെ കൂട്ടുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു തരം ഇഞ്ചുറി ഉണ്ടായെന്ന് വിചാരിച്ചോ, ആ ഇഞ്ചുറി ഉണ്ടാവുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ആയിട്ട് നമ്മുടെ ബോഡിയിൽ ആ ഭാഗത്ത് മെലാനിൻ്റെ അളവ് കൂടും. അതിനെയാണ് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പം മേൽ പറഞ്ഞ വാക്സിങ്ങിലാണെങ്കിലും അതേപോലെ തന്നെ ഹെയർ റിമൂവൽ ക്രീംസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ജെന്റിലായിട്ട് എത്ര ചെയ്തു എന്ന് പറഞ്ഞാലും പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ അവിടെ ഉണ്ടാകും. ഡിയോഡ്രൻസ് ഉപയോഗിക്കാൻ പാടില്ലേ? ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, പക്ഷെ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ ഡിയോഡ്രൻസ് ഉപയോഗിക്കരുത്. ഇനി അടുത്ത ഡാർക്ക്നെസ് കൂട്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഏതൊരു ഭാഗവും തമ്മിൽ ഒരയുമ്പോൾ അവിടെ മോയ്സ്ചർ കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്കായി പോവുകയും ആ ഭാഗം കൂടുതൽ ഡ്രൈ ആവുകയും ഡ്രൈ ആവുന്നത് കൊണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോൾ ഡാർക്ക് ആവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് ഫ്രിക്ഷൻ കാരണം നമ്മുടെ അണ്ടർആമിൽ അതേപോലെ തന്നെ നമ്മുടെ തൈസിൻ്റെ ഇടയിൽ ഒക്കെ നമുക്ക് ഡാർക്ക്നെസ് കണ്ടുവരുന്നത്. രണ്ടാമതായി നമ്മൾ ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ്. അപ്പോൾ പ്രത്യേകിച്ച് രാത്രിയൊക്കെ നമ്മൾ ടൈറ്റ് ഫിറ്റഡ് ക്ലോത്ത്സ് ഇട്ട് നമ്മൾ കിടന്നുറങ്ങി അത്രയും സമയം നമുക്ക് ഇത് ഇട്ട് കിടക്കുന്നതുകൊണ്ടുള്ള ഫ്രിക്ഷൻ കാരണം അണ്ടർആം ഡാർക്ക്നെസ് കൂടുന്നതേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു കാരണമാണ് പെട്ടെന്ന് മെലിയുകയും പെട്ടെന്ന് വണ്ണം വെക്കുകയും ചെയ്യുന്നതല്ല. അതായത് ഒബേസിറ്റി കാരണം നമുക്ക് സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി അവിടെ അഫക്റ്റഡ് ആവുന്നു. അത് കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഡാർക്ക്നെസ് ഉണ്ടാവാം. നമ്മുടെ ഡയബറ്റീസിലൊക്കെ കണ്ടുവരുന്ന കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ്, കാലിൻ്റെ ഇടയിലുള്ള കറുപ്പ്, അതേപോലെ തന്നെ വയറിൻ്റെ അടിഭാഗത്തുള്ള കറുപ്പ്, അതേപോലെ അണ്ടർആം ഡാർക്ക്നെസ്സിലും ബ്രസ്റ്റിൻ്റെ അടിയിലും ഒക്കെ ഈ കറുപ്പ് വരുന്നുണ്ട്. ഇതിനെ അക്കാന്തോസിസ് നിഗ്രിക്കൻസ് എന്നാണ് നമ്മൾ മെഡിക്കലി പറയുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഇൻസുലിൻ്റെ അളവ് കൂടുതലായിട്ട് വേണം. അപ്പോൾ നമ്മൾ ഇൻസുലിൻ കൂടുതലായിട്ട് നമ്മൾ മെഡിസിൻസിൻ്റെ ഫോമിൽ അതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ബോഡി അതിനോട് റിയാക്ട് ചെയ്ത് മെലാനിൻ്റെ അളവ് കൂടുകയാണ്. അപ്പോൾ സ്കിൻ തിക്കർ ആകുമ്പോൾ മെലാനിൻ്റെ അളവ് കൂടും. മെലാനിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് പിഗ്മെന്റേഷനും കൂടും. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാരണങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കാരണം കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെൻറ്റും വളരെ എളുപ്പമാണ്. എൻ്റെ പേഷ്യൻസിൽ ഞാനിത് വർക്ക് ചെയ്ത് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒന്നാമത് നമുക്ക് കെമിക്കൽ എക്സ്ഫോളിയേഷൻ. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ് മാത്രം ഉപയോഗിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല, നിങ്ങളുടെ അണ്ടർആം ഡാർക്ക്നെസ് കൂടുന്നതേ ഉള്ളൂ എന്ന്. എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അങ്ങനെയുണ്ടെങ്കിലാണ് നമ്മുടെ സ്കിൻ കൂടുതൽ സെൻസിറ്റീവ് ആവുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം, ഉപയോഗിക്കേണ്ട രീതിയാണ് നമുക്കിവിടെ പ്രധാനം. നമ്മൾ ശരിക്കും ഈ കെമിക്കൽ എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ്, അതായത് നമ്മുടെ AHA, BHA, ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, ബ്യൂട്രോ ഹൈഡ്രോക്സി ആസിഡ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന അണ്ടർആം റോൾ ഓൺ സീറംസ്, അത് പല ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആ ഒരു റോൾ ഓൺ സീറമിൽ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ AHA, BHA ഒക്കെ ആണെങ്കിൽ നമുക്ക് മിനിമം ഒരു 2% എങ്കിലും വേണം. അതേപോലെ തന്നെ കോജിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് 2% എങ്കിലും വേണം. ട്രാൻസ്ഡെമിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് 3% എങ്കിലും വേണം. ഗ്ലൈക്കോളിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് 3% വേണം. മാൻറ്റലിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് 2% വേണം. ഈ പറഞ്ഞതെല്ലാം എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ് ആണ്. ഇത് മാത്രം പോരാ, നമ്മൾ ചൂസ് ചെയ്യുന്ന സീറമിൽ നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു വൈറ്റനിങ് ബ്രൈറ്റനിങ് ഏജന്റും കൂടെ വേണം. ഏറ്റവും നന്നായിട്ട് അണ്ടർആമിൽ നമുക്ക് പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വൈറ്റനിങ് ഏജന്റ് ആണ് നമ്മുടെ ആൽഫ അർബ്യൂട്ടിൻ. പക്ഷെ ആൽഫ അർബ്യൂട്ടിനും ഈ പറയുന്നത് പോലെ മിനിമം 2% എങ്കിലും നമുക്ക് വേണം, എന്നാലേ കാര്യം നടക്കും. അപ്പോൾ അണ്ടർആം ഡാർക്ക്നെസ്സിന് ഞാൻ പേഷ്യൻസിൽ ഏറ്റവും നല്ല പോസിറ്റീവ് റിസൾട്ട്സ് കണ്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ് വിഷ്കെയർ. വിഷ്കെയറിൽ നമുക്ക് 2% കോജിക് ആസിഡ്, 3% ട്രാൻസ്ഡെമിക് ആസിഡ്, 2% ആൽഫ അർബ്യൂട്ടിൻ ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ കുറയ്ക്കും. അതേപോലെ തന്നെയാണ് ബി ബോഡി വൈസിൽ ഈ പറയുന്ന പോലെ കോജിക് ആസിഡും അതേപോലെ വൈറ്റമിൻ സിയും ആൽഫ അർബ്യൂട്ടിനും ആണ് ഉള്ളത്. സുഗന്ധ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു കോമ്പോസിഷൻ
ആണ് അവരുടെ. നമുക്ക് കോജിക് ആസിഡ് ഉണ്ട്, നൈസിനമൈഡ് ഉണ്ട്, ആൽഫ ആർബ്യൂട്ടിൻ ഉണ്ട്, ലെക്രൈസ് ഉണ്ട്. ലെക്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരട്ടി മധുരം, പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഭയങ്കര നന്നായിട്ട് ആയുർവേദത്തിലൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലെക്രൈസ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡേം ഡോക്കിന്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ് സ്പ്രേ ഉണ്ട് അണ്ടർ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ എനിക്ക് പേഴ്സണലി ഉപയോഗിച്ച് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ദ മിനിമലിസ്റ്റിന്റെ നമ്മുടെ അണ്ടറാം സീറം. ഗ്ലൈക്കോളിക് ആസിഡ് എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയിട്ട് വരുന്ന നമ്മുടെ ഒരു സീറമാണ് നമ്മുടെ ദ ഓർഡിനറി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ അണ്ടറാം സീറം. അണ്ടറാം ഡാർക്ക്നെസ് വളരെ നന്നായിട്ട് കുറഞ്ഞ് ഞാൻ കണ്ട ഒരു സീറമാണ് അതും. ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഈ ഒരു ലോട്ട് ലൈൻ എന്നോട് ഇപ്പം ചോദിച്ചാൽ അതിൽ ഞാൻ പറയുക നമ്മുടെ വിഷ് കെയർ ആണ്. വിഷ് കെയർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡേം ഡോക്കും, ഡേം ഡോക്ക് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബി ബോഡി വൈസും ആണ്. ഈ പറഞ്ഞ കെമിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത്. അപ്പൊ തുടക്കക്കാർക്ക് ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് 3 പ്രാവശ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അതിൽ കൂടുതൽ ഹൈക്കിംഗ് മെക്കാനിസം ഇതിനകത്ത് ഇല്ല. നമ്മുടെ ഈ പറയുന്ന വിഷ് കെയർ ആയാലും ബി ബോഡി വൈസ് ആയാലും മാത്രം ഉപയോഗിച്ചതുകൊണ്ട് കാര്യമില്ല. ഇതിന് നമുക്ക് ആഡ് ഓൺ ആയിട്ട് ഒരു വൈറ്റനിങ്ങോ ബ്രൈറ്റനിങ്ങോ ഏജന്റും കൂടെ ഉപയോഗിക്കണം. അണ്ടറാം ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വൈറ്റനിങ് ഏജന്റ് ആണ് ആൽഫ ആർബ്യൂട്ടിൻ. ഹൈഡ്രോക്വിനോണിന്റെ ഒരു സൂപ്പർ ഡെറിവേറ്റീവ് ആണ് ഈ ഒരു ആൽഫ ആർബ്യൂട്ടിൻ. അപ്പൊ നമുക്ക് ഈ ഒരു ആൽഫ ആർബ്യൂട്ടിൻ അടങ്ങിയിട്ടുള്ള ഏതൊരു അണ്ടറാം സീറമോ അല്ലെങ്കിൽ നമ്മുടെ ക്രീമോ നമുക്ക് എല്ലാ ദിവസവും രാത്രി നമ്മുടെ റൂട്ടീന്റെ ഭാഗമാക്കാം. അണ്ടറാം ഡാർക്ക്നെസ് പെട്ടെന്ന് തന്നെ കുറയും. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ആൽഫ ആർബ്യൂട്ടിന്റെ കോമ്പസിഷൻ നമുക്ക് വേണ്ടത് മിനിമം 2% ആൽഫ ആർബ്യൂട്ടിൻ ആണ്. അപ്പൊ നമ്മൾ കെമിക്കൽ എക്സ്ഫോളിയേഷനും വൈറ്റനിങ് തെറാപ്പിയും ഒരേപോലെ കൊണ്ടുപോയാൽ നമ്മുടെ അണ്ടറാം ഡാർക്ക്നെസ് പെട്ടെന്ന് കുറയും. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ. ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ ആയിട്ട് നമുക്ക് ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഡോക്ടർ ഷെറ്റിന്റെ ഒക്കെ നമുക്ക് ഫിസിക്കൽ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് ഉണ്ട്, ഭയങ്കര നല്ലതാണ്. കേസറൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സ്ക്രബ്സ് പലതും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഹോം റെമഡീസ് ആയിട്ട് ഞാനത് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് കോഫി സ്ക്രബ് ഒരു ബാഡ് ഓർഡർ പിടിച്ചെടുക്കും. പ്രത്യേകിച്ചും ഈ ഒരു ബാഡ് ഓർഡർ വരുന്നത് അവിടെയുള്ള ബാക്ടീരിയ കാരണമാണ്. കോഫിയിലുള്ള ഒരു അസിഡിക് പ്രോപ്പർട്ടിയും ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും നമ്മുടെ ഈ ഒരു ബാഡ് ഓർഡറിനെ പിടിച്ചെടുക്കും. അതേപോലെ തന്നെ ഡാർക്ക്നെസ്സും. അതുപോലെ നമുക്ക് നമ്മുടെ കൊറിയൻ റൈസ് സ്ക്രബ് ഉപയോഗിക്കാം. കൊറിയൻ റൈസ് സ്ക്രബ് എന്ന് പറഞ്ഞാലും നമുക്കിത് വളരെ എളുപ്പമായിട്ട് വീട്ടിൽ ചെയ്യാം. നമുക്ക് അരിപ്പൊടിയും അതുപോലെ അരി കുതിർത്ത് വെച്ച വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ക്രബാണ് നമ്മുടെ കൊറിയൻ റൈസ് സ്ക്രബ്. നമുക്ക് ബേസൻ സ്ക്രബ്, അതായത് കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന സ്ക്രബ് ഭയങ്കര നല്ലതാണ്. കടലമാവും തൈരും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ തൈരിലുള്ള ലാക്റ്റിക് ആസിഡ് ഒരു എക്സ്ഫോളിയേഷൻ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്ത് നമ്മുടെ ഡാർക്ക്നെസ്സിന് ഒരു പരിധി വരെ കുറയ്ക്കും. പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ ഈ സ്ക്രബ്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലൊരു രീതിയിലുള്ള എണ്ണമയവും ഉണ്ടാവാൻ പാടില്ല. വെളിച്ചെണ്ണയൊക്കെ സ്കിന്നിന് വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ അണ്ടറാം ഡാർക്ക്നെസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു രീതിയിലുള്ള എണ്ണമയം അവിടെ ഉണ്ടാവാൻ പാടില്ല. കാരണം ഇതിലുള്ള നമ്മുടെ ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ഉണ്ടാക്കുന്ന ഓയിലും നമ്മുടെ ഈ പുറത്തുനിന്ന് ഇടുന്ന ഓയിലും കൂടെ കൂടുതലായിട്ട് അവിടെ ഇരുന്നാൽ ഇത് അണ്ടറാം ഡാർക്ക്നെസ് കൂട്ടത്തതേ ഉള്ളൂ. ഇനി അണ്ടറാം ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും തെറാപ്പീസ് ഉണ്ട്. നമുക്ക് ലേസേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടും മെറ്റ്ലൈറ്റ് ലേസർ ആണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് സേ നോ ടു ഷേവിങ് ആൻഡ് ഗോ ഫോർ ലേസർ തെറാപ്പി ഫോർ യുവർ ഹെയർ റിമൂവൽ. അതായത് നമുക്ക് നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാൻ ലേസറിന്റെ സഹായത്തോടു കൂടി. ഇതിനു വേണ്ടി നമുക്ക് എപ്പോഴും ക്ലിനിക്കിൽ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. നമുക്ക് അറ്റ് ഹോം ചെയ്യാൻ പറ്റുന്ന ഹെയർ റിമൂവൽ ലേസർ ടെക്നിക്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ പറയാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഓണമൊക്കെ വരുന്നത് കൊണ്ട് ഈ ഒരു വീഡിയോ കുറച്ച് നേരത്തെ തന്നെ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു സമയത്ത് എങ്ങനെ പോയാലും ബ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അണ്ടറാം ഡാർക്ക്നെസ് കാരണം നമുക്കതൊരു ബുദ്ധിമുട്ടാവരുത്. അതേപോലെ തന്നെ നമ്മൾ സാരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്ട്രെച്ച് മാർക്സ്. സ്ട്രെച്ച് മാർക്സിനെ കുറിച്ചും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം എന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻസോ അതുപോലെ ട്രീറ്റ്മെന്റ് ഹെൽപ്പോ ഗൈഡൻസോ ഒക്കെ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ഇനി താല്പര്യമുണ്ട് കാണാനെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.